ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയനന്തം വന്ദനമേ എന്റെ പുന്നീടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത് വാക്യം. നീതിമാനോ തൻ്റെ വഴിയെ തുടർന്ന് നടക്കും, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും എന്നുള്ള വചനമാണ്. ഇയ്യോബ് ഓർമ്മപ്പെടുത്തുന്നത് നീതിമാന്റെ വഴി എങ്ങനെയുള്ള വഴിയാണ് എന്ന് ചോദിക്കുകയാണ്. 11-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടതയും സാഹസവും ഉള്ളവനെ ദൈവം വെറുക്കുകയും തൻ്റെ വഴികളിൽ അവൻ അസ്ഥിരനായി തീരുകയും ചെയ്യുമ്പോൾ നീതിമാനെ ദൈവം ശോധന കഴിക്കുകയും തന്നെ ദൈവം തൻ്റെ വഴികളിൽ ശ്രേഷ്ഠനാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 37-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിവർത്തിക്കും. നമ്മുടെ വഴികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു എങ്കിൽ നമ്മെ നടത്തുവാനും നമ്മെ പോറ്റുവാനും ദൈവം വിശ്വസ്തനാണ് എന്നോർപ്പിക്കുകയാണ്. 23-ാം വാക്യത്തിൽ, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്നുള്ളതാണ്. ഭക്തനായ മനുഷ്യന്റെ, നീതിമാനായ മനുഷ്യന്റെ വഴികൾ ദൈവത്തിൻ്റെ തിരിഹിതപ്രകാരമാകുമെന്നും ദൈവത്തിൻ്റെ തിരിഹിതപ്രകാരം നടക്കുന്ന ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നുകയും അവന്റെ ഗമനത്തെ, അവന്റെ യാത്രയെ ദൈവം സ്ഥിരമാക്കുകയും ചെയ്യുന്നു എന്നുള്ള ആഴമായ ഓർമ്മപ്പെടുത്തലാണ്. ഞാനും നിങ്ങളും ഇവിടെ വരെ വരുവാൻ യോഗ്യരായിരുന്നില്ല, എന്നാൽ ദൈവത്തിൻ്റെ കരുണയാണ് നാം ഇവിടെ വരെ വന്നതെന്നും നാം വന്ന വഴികളെ ഓർക്കണമെന്നും ഓർപ്പിക്കുന്നുണ്ട്. 51-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങൾ വന്ന വഴികളെല്ലാം ഒന്നോർത്തു നോക്കുവീൻ. ആ നിലകളിൽ നിങ്ങളെ നടന്നു വന്ന ഇടത്തുനിന്ന് ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ യാത്രയിൽ വീണ്ടും നിങ്ങൾ ദൈവത്തിന് തിരിഹിതമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ സമർപ്പിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നിന്റെ ഗമനത്തെ സ്ഥിരതയിലും പൂർത്തീകരണത്തിലും എത്തിക്കുന്ന ദൈവമാണ് എന്നോർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും നീതിമാന്മാർ നടക്കുന്ന വഴികളിലൂടെ നടക്കുന്നു എങ്കിൽ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന, നമ്മുടെ വഴിയിൽ നമ്മെ ശ്രേഷ്ഠരാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നീതിമാന്മാർ നടന്ന വഴികളിലൂടെ ഒരു നീതിമാന്റെ വഴി നമ്മൾ തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ദുഷ്ടന്റെ വഴി നാശത്തിലേക്ക് പോവുകയും
നീതിമാന്റെ വഴി നന്മയിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദുഷ്ടന്മാരുടെ വഴികളിലൂടെ നടന്ന് തകർന്നു പോകുന്നവരായിട്ടല്ല, നീതിമാന്മാരുടെ വഴിയിലൂടെ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.